السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. عن عروة أن أبا هريرة رضي الله عنه أبصر رجلين فقال لأحدهما ما هذا منك؟ فقال أبي. فقال لا تسمه باسمه ولا تمشي أمامه ولا تجلس قبله. ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ട് ആളുകളെ കണ്ടു. രണ്ടാളുകൾ ഒന്നിച്ചിങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ രണ്ടാളുകൾ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അതിൽ ഒരാളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദാ മിൻക്? ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? അതായത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഫഖാല അബി, ഇത് എൻ്റെ വാപ്പയാണ്, ഇത് എൻ്റെ പിതാവാണ്. ഈ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മകൻ പാലിക്കേണ്ടുന്ന മര്യാദകളായിക്കൊണ്ട് 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ലാ തുസമ്മിഹി ബിസ്മിഹി, വാപ്പയെ പേരുകൊണ്ട് വിളിക്കരുത്. അതായത് ഇപ്പോൾ ഒരു വാപ്പയുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ മുഹമ്മദേ എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ അബൂബക്കറെ എന്ന് വിളിക്കരുത്, പേരുകൊണ്ട് വിളിക്കരുത്. അപ്പോൾ വാപ്പ എന്നുള്ള പ്രയോഗമാണ് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തൊരു ഒരു ഉപദേശം കൂടി കൊടുത്തു, വലാ തംഷി അമാമഹു, വാപ്പയുടെ മുമ്പിൽ നടക്കരുത്. അതായത് രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ നടക്കേണ്ടത് വാപ്പയായിരിക്കട്ടെ, മകൻ പിറകിൽ നടക്കുക. അതും വാപ്പയോട് കാണിക്കേണ്ടുന്ന ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമാണ്. പിന്നെ വലാ തജ്ലിസ് ഖബിലഹു, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത്. അതായത് ഒരു സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ എത്തി അപ്പോൾ ആദ്യം ഇരിക്കേണ്ടത് വാപ്പയാണ്. വാപ്പ ഇരുന്നതിന് ശേഷം മകൻ ഇരിക്കുക. അപ്പം അതും ഒരു മര്യാദയായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വാപ്പയുടെ പേരുകൊണ്ട് വിളിക്കരുത്. 2, വാപ്പയുടെ മുമ്പിൽ നടക്കരുത്. ഇനി മൂന്നാമത്തേത്, വാപ്പയുടെ മുമ്പേ ഇരിക്കരുത്. എന്നാൽ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഒരു വ്യക്തിക്ക് വാപ്പയുടെ മുമ്പിൽ നടക്കേണ്ട ആവശ്യം വന്നാൽ നടക്കാവുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ വാപ്പാക്കൊരു കാര്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി മകൻ മുമ്പിൽ നടക്കുകയാണ്, അതിന് വിരോധമില്ല. അതല്ലെങ്കിൽ മുമ്പിലുള്ള വഴി അപകടം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞതാണ്. അപ്പോൾ വാപ്പാക്കൊരു സഹായം എന്ന നിലക്ക് വഴിയിലെ അപകടങ്ങളെ കണ്ട് മനസ്സിലാക്കി വാപ്പാക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി മകൻ മുമ്പിൽ നടക്കുകയാണ്, അതിന് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാപ്പയുടെ മുമ്പിൽ നടക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതല്ലാത്ത നിലക്ക് പൊതുവായ 3 മര്യാദകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.